നടവയൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഇടവകയിലെ 35 അമ്മമാർ 2 മാസം കൊണ്ട് 5500 ജപമാലകൾ പ്രാർത്ഥനാപൂർവം കോർത്തൊരുക്കി മാതൃകയാകുന്നു. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജപമാല കെട്ടാൻ പഠിക്കണം എന്നൊക്കെ, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനൊന്നും സാധിച്ചില്ല. അപ്പോഴാണ് CMC സിസ്റ്റേഴ്സ് ജപമാല കെട്ടാൻ മാതൃവേദി അമ്മമാരെ വിളിക്കുന്നത്. അപ്പം ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ഓടി വന്നു. കെട്ടാനൊക്കെ പഠിപ്പിച്ചു, എല്ലാവരെയും അടുത്ത് വന്നിരുന്ന സിസ്റ്റേഴ്സ് ഞങ്ങളെ കെട്ടാൻ പഠിപ്പിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് കെട്ടാൻ പറ്റുന്നില്ല. ഇത് പൂർത്തിയാകും, എൻ്റെ അമ്മ ഇതെങ്ങനെയൊന്ന് കെട്ടി പോയേക്കാം, ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതിയായിരുന്നു, പെട്ടെന്ന് പോയേക്കാം, അങ്ങനെയുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ഒരെണ്ണം കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും കെട്ടാനുള്ള താല്പര്യമായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് മുത്ത് തന്നു വിട്ടു. ഞങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി മുത്ത് കെട്ടി ഇപ്പം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ നിയോഗം നടവയിൽ നടക്കാൻ പോകുന്ന ബൈബിൾ കൺവെൻഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ കൺവെൻഷനത്തിന് വിജയത്തിന് വേണ്ടി എനിക്ക് ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിച്ചു. ജപമാല കെട്ടുമ്പം പരിശുദ്ധി അമ്മ തീർച്ചയായിട്ടും ഈ കൺവെൻഷൻ ഇടപെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നടവേലിൽ മെയ് 3 മുതൽ 6 വരെ നടക്കുന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും CMC സന്യാസിനി സമൂഹത്തിലെ ക്രിസ്തീയ രൂപീകരണ വിഭാഗത്തിന്റെ ഭാഗമായി ജപമാല നൽകാനുള്ള ആഗ്രഹ പൂർത്തീകരണമായിട്ടാണ് കാർമൽ ജപമാല സഖ്യം നടവേലിലെ അമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചത്. 3 വർഷമായിട്ട് ഉറക്കമില്ലായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടക്കും. അങ്ങനെ എനിക്കൊരു ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ ജപമാല കെട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മ, ഇതിലൂടെ അമ്മ എനിക്ക് സൗഖ്യം തരണം, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, അമ്മ എനിക്ക് ഈ ഉറക്കമില്ലായ്മ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് എനിക്ക് നല്ല ഉറക്കം തരണം. അങ്ങനെ ആ നിയോഗം വെച്ച് ഞാൻ ജപമാല കെട്ടാൻ തുടങ്ങി. അങ്ങനെ 5 ജപമാല കെട്ടിയപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഒരു സന്തോഷമായി. ഞാൻ 5 ജപമാല കെട്ടി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഉറങ്ങുന്ന പോലെ, അങ്ങോട്ട് ഉറക്കം വരുന്ന പോലെ തോന്നി. ഞാൻ പിന്നെ പോയി കിടക്കും, മാതാവിന് നന്ദി പറഞ്ഞ് ഞാൻ പോയി കിടക്കും. രാത്രിക്കായിരുന്നു ഞാൻ ജപമാല കെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പിറ്റേ ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞ ഞാൻ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ടാൻ തുടങ്ങി. ഇതുപോലെ തന്നെ കുറേ കെട്ടി കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഉറക്കം വരും. അങ്ങനെ ഞാൻ മാതാവ് എന്നെ സഹായിച്ച് എനിക്ക് സൗഖ്യം തന്നു. മാതാവിന് 1000 നന്ദി. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജാൻഡി മരിയയുടെയും ക്രിസ്തീയ രൂപീകരണ കൗൺസിലർ സിസ്റ്റർ ഡെൽഫി മരിയയുടെയും കോർഡിനേറ്റർ സിസ്റ്റർ ആൻസി തോമസിന്റെയും നേതൃത്വത്തിലാണ് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടത്. നടവേൽ മാതൃവേദി ആനിമേറ്റർ സിസ്റ്റർ മരിയറ്റ, റിട്ടയർഡ് അധ്യാപകരായ സിസ്റ്റർ ആനി സെയിൽസ്, സിസ്റ്റർ ടെസി മരിയ എന്നിവരോടൊപ്പം മറ്റ് സിസ്റ്റേഴ്സും അർദ്ധിനികളും ഉൾപ്പെടുന്ന ഒരു ടീമാണ് അമ്മമാർക്ക് പരിശീലനം നൽകിയത്. ഒരു കൊന്ത കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതൊന്നും കെട്ടാൻ പറ്റൂല, അത്രയൊന്നും അധികമൊന്നും കെട്ടാൻ പറ്റില്ല, നിർത്തേണ്ട വരുമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഞാൻ മുത്തൊക്കെ മേടിച്ച് വീട്ടിൽ ചെന്ന് കെട്ടി നോക്കുമ്പം ഭയങ്കര ഒരു ത്രില്ല് പോലെ തോന്നി എനിക്ക്. പണ്ടൊക്കെ മംഗളവും മനോരമയും വായിക്കുമ്പം അതിനുവേണ്ടി നമ്മൾ ഇതാക്കുന്നത് പോലെ തന്നെ എനിക്കൊരു ഹരം തോന്നി. അങ്ങനെ ഞാൻ കെട്ടാനായിട്ട് തുടങ്ങി. അത് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറിയ കൊച്ചുമകൾ 3 വയസ്സായ കുഞ്ഞുമോൻ വരെ എനിക്ക് 10 മണി വെച്ച് എനിക്ക് കോർത്ത് തരുമായിരുന്നു ഇടയ്ക്ക്. പിന്നെ അങ്ങനെ സുരസ്നായുധം നന്മഞ്ഞ കുറേ ചൊല്ലിയിട്ടാണ് ഞാനിത് കെട്ടിക്കൊണ്ടിരുന്നത്. അഖണ്ഡ ജപമാല ചെല്ലാൻ പറ്റാത്ത സമയത്ത് അഖണ്ഡ ജപമാല വെച്ചിട്ട് ഞാനത് കേട്ടുകൊണ്ട് കെട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ എനിക്കൊരു പ്രത്യേക നിയോഗം ഉണ്ടായിരുന്നു. എൻ്റെ ഞാഞ്ഞയ്ക്ക് സുഖമില്ല, ക്യാൻസറായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനൊരു നിയോഗമായിട്ട് ഒരു കൊന്ത കെട്ടുമ്പോൾ എൻ്റെ ഞാഞ്ഞയ്ക്ക് ഒരു ദിവസത്തെ ആയുസ് തരാൻ വേണ്ടി ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 1015 കൊന്തയും മറ്റേ കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ 3 വർഷത്തെ ആയുസ് എൻ്റെ ഞാഞ്ഞയ്ക്ക് കൂടുതൽ കിട്ടുമല്ലോ, അതില്ലേലും എനിക്ക് എൻ്റെ ഞാഞ്ഞയ്ക്കൊരു 3 മാസത്തെ ആയുസെങ്കിലും കിട്ടണേ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കൊന്ത കെട്ട് അങ്ങനെ ഒരു ഭയങ്കര ഇനിയും കെട്ടാനുള്ള ആഗ്രഹമുണ്ട്, കെട്ടണമെന്നുണ്ട്. ഈ ജപമാല അമ്മമാരിത് ചെയ്യാൻ തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തത്. പക്ഷേ ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് 394ഓളം ജപമാലകൾ കെട്ടാൻ സാധിച്ചു. ഒത്തിരി സന്തോഷത്തോടെ ഞാനത് ചെയ്തത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് യാതൊരു മടുപ്പും തോന്നാറില്ല. രാത്രി 2:15 വരെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്, ഒരു ക്ഷീണവും ഉറക്കവും ഒന്നും ഇല്ലാതെ.
ഇനിയും ഇത് ഒത്തിരി കെട്ടാൻ എനിക്ക് താല്പര്യമാണ്. ഞാൻ പരിശുദ്ധി അമ്മയോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നയാളാണ്. ഒരിക്കൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദർശനം ഉണ്ടായി. അമ്മ വലത് കൈയിൽ നിറച്ച് ജപമാല ഇങ്ങനെ ഇട്ടുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാനിങ്ങനെ ജപമാല ചെല്ലാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു CMC സിസ്റ്റേഴ്സ് ഇവിടെ ജപമാല കെട്ടാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാനും വന്ന് ചോദിച്ചു. അവരെന്നെയും പഠിപ്പിച്ചു. പക്ഷേ പഠിക്കാൻ ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. അന്നേരം അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധി അമ്മ എന്നെ സഹായിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്, അമ്മ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ജപമാല രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് ജപമാല കെട്ടി. അത് കഴിഞ്ഞ് 40 ജപമാലയായപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു. അമ്മ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണോ അതുപോലെ എൻ്റെ കയ്യെ ഞാൻ ജപമാലയിട്ട് ഞാൻ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നന്മ നിറഞ്ഞ കുറയും ചെല്ലും, വിശ്വാസ പ്രമാണവും ചെല്ലും, എൻ്റെ സ്വന്തം വ്യക്തിപരമായ നിയമങ്ങൾ, തിരുസഭയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ അങ്ങനെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പം ഹോം മിഷൻ സിസ്റ്റർമാർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കൈ നിറച്ച് കൊന്തയിട്ട് ഒരു ദർശനം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതേക്കൂടി ഇങ്ങനെ തീ പാസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു വിഷമം വന്നു. അന്നേരം അവർ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ഭയങ്കര സന്തോഷമായി. ഞാനിപ്പോൾ ഭയങ്കര ആവേശത്തിലാണ്. എനിക്ക് ജപമാല ചെല്ലണം, ജപമാല കെട്ടണം, അങ്ങനെ കൂടുതൽ അമ്മയുടെ ആളായി അമ്മയോട് ചേർന്ന് നിൽക്കണം. അതൊരു വലിയ ആഗ്രഹമാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം അപേക്ഷിച്ച് കൊന്ത ചൊല്ലി അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അന്നൊക്കെ കൊന്ത ചൊല്ലിയിരുന്നത് കടകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാളിൽ നിന്നോ ഒക്കെ വാങ്ങി അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ചൊക്കെയാണ് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഒരു കൊന്ത കെട്ടാൻ പറ്റുമെന്നോ ആ കൊന്ത കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തതല്ല. അങ്ങനെ ഇരുന്നപ്പോഴും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് മാതൃവേദി അമ്മമാരെ ഇങ്ങനെ കൊന്ത കെട്ടാൻ പരിശീലിപ്പിക്കുന്നു എന്ന് പറയുകയും അതിൽ ആ പരിശീലനം കൊടുത്തപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല. 3ാമത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ അമ്മയോട് വിളിച്ച് ചോദിച്ചു, അമ്മ എന്നെയും കൂടെ ഒന്ന് കൊന്ത കെട്ടാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ച് അമ്മ വേഗം വരാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് വന്ന് കൊന്ത കെട്ടാനൊക്കെ പഠിച്ചിട്ട് പോയപ്പോഴും ഞാൻ ഓർത്ത് ദിവസവും ഒരു കൊന്തയൊക്കെ എങ്ങനെയെങ്കിലും കെട്ടാൻ പറ്റണം, അങ്ങനെയാണ് ഓർത്ത് പഠിച്ച് ഒക്കെ പോയത്. അന്ന് പോയി കെട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി ഉത്സാഹവും സന്തോഷവും ഒക്കെ തോന്നി. ഞാൻ എൻ്റെ എല്ലാ പണിയും തിരക്കും മടുപ്പുകൾക്കിടയിലും ഞാൻ ഉത്സാഹത്തോടെ എൻ്റെ ക്ഷീണമൊക്കെ മാറി ഞാൻ കൊന്ത കെട്ടാൻ തുടങ്ങിയ എനിക്ക് നല്ല ഊർജത്തോടെ ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. അമ്മ ഞങ്ങൾ ഈ കൊന്തകൾ കെട്ടാൻ പരിശീലിപ്പിച്ചപ്പോൾ ഇത് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് ആത്മരക്ഷയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് കെട്ടണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ മുത്തും ഞങ്ങൾ ഓരോ നന്മ നിറഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കെട്ടിയിരുന്നത്. അങ്ങനെ ഈ കൊന്തകൾക്കെല്ലാം ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ഉണ്ട്. ഈ ഉദ്യമത്തിൽ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. കർമ്മലാംബികയേ നിത്യ നിർമ്മല കന്യകയേ നീ സ്വർലോക തേജസ്വിനി.